ഇന്ത്യയിലെ 50 കോടി വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് മേൽ ബുൾഡോസർ കയറ്റിയ ശേഷം അവരെ തെരുവിലാക്കിയപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ സ്പീക്കർ, പ്രധാനമന്ത്രി തുടങ്ങിയവരുടെ തേയില സൽക്കാരത്തിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ പോയത് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ തീരാക്കളങ്കമാണെന്ന് ഞാൻ പറയും. മാത്രമല്ല, ഇതിനു മുമ്പ് ഇതിനേക്കാൾ പ്രാധാന്യം കുറവുള്ള വിഷയങ്ങളെ മുൻനിർത്തി ഈ പറയുന്ന ആചാരപരമായ തേയില സൽക്കാരത്തിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിന്നിരുന്നു. കഴിഞ്ഞ 4 തേയില സൽക്കാരത്തിൽ നിന്ന് വിട്ടുനിന്ന ശേഷം ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ പട്ടിണി പാവങ്ങളോട് ഇതുപോലുള്ള യുദ്ധപ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് അവിടെ പോയി വെടിവട്ടം നടത്തണമെങ്കിൽ അസാമാന്യ രാഷ്ട്രീയ ഉളുപ്പ് വേണം. ഒന്നും കൂടി പറയാനുണ്ട്. ഉദകക്രിയക്കാണോ ഇവരെവിടെ പോയതെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്റെ മനസ്സിൽ വരുന്ന ചോദ്യം. ഈ വലിയ മഹാത്മാഗാന്ധിയെ രണ്ടാമത് വധിച്ചതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ അത്തരമൊരു പരിപാടിയിൽ പങ്കെടുത്ത് കുശലാന്വേഷണങ്ങൾ നടത്തി പ്രധാനമന്ത്രിയുടെ വിദേശയാത്രയെക്കുറിച്ച് പുകഴ്ത്തി, തിരിച്ചു പുകഴ്ത്തി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തിക്കഴിഞ്ഞ ഇവർ എന്ത് സന്ദേശമാണ് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകുന്നത്? കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഇന്ത്യൻ കറൻസിയിൽ നിന്ന് നീക്കാൻ തീരുമാനിക്കുകയാണ്. അതിനുള്ള 1ാം ഘട്ട ആലോചന പൂർത്തിയായി കഴിഞ്ഞു. ഇന്ത്യയുടെ ആർഷഭാരത പൈതൃകത്തെ പ്രതിദാനം ചെയ്യുന്ന ഏതെങ്കിലും ചിഹ്നം, അതിൽ 1-2 ചിഹ്നം ചർച്ച ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ ഈ പ്രിയങ്ക ഗാന്ധിയും കൂട്ടരും മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ കറൻസിയിൽ നിന്ന് നീക്കിയ ശേഷമുള്ള തേയില സൽക്കാരത്തിലും പങ്കെടുക്കുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, 19-ന് സഭ പിരിഞ്ഞ അന്ന് ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനം അങ്ങനെ ഔദ്യോഗികമായി എടുത്ത് ഞങ്ങൾ ബഹിഷ്കരിച്ചതല്ല എന്നുള്ളതാണ് ഇടത് എംപിമാർ പ്രതികരിച്ചിരുന്നത്. അത്തരമൊരു തേയില സൽക്കാരത്തിന് പോകേണ്ട എന്ത് സാങ്കത്യമാണ് ഉണ്ടായിരുന്നത്? അങ്ങനെ സാങ്കത്യം ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാ കക്ഷികളും തമ്മിൽ, ഞങ്ങൾക്ക് പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാരുടെ ഗ്രൂപ്പുണ്ടല്ലോ, എത്രയോ പ്രതിപക്ഷ കക്ഷികൾ വിട്ടുനിന്നു. പ്രധാനപ്പെട്ട എത്രയോ നേതാക്കന്മാർ അങ്ങോട്ട് പോയില്ല. ഇപ്പോൾ DMK അതുപോലെ അതിന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഇതുപോലുള്ള ഒരു വലിയ ഒരു കളങ്കം ഇവർ ക്ഷണിച്ചു വരുത്തുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിക്ക് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുമായിട്ട് എന്താ ബന്ധമുള്ളത്? ഇത് പാർലമെന്ററി പാർട്ടി നേതാക്കളുടെ യോഗമല്ലേ? കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഭാരവാഹികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുക. അവരത് ലീഡറല്ല, ഡെപ്യൂട്ടി ലീഡറല്ല, ചീഫ് വിപ്പല്ല, എന്തിനേറെ MK രാഘവനെ പോലുള്ള സെക്രട്ടറിമാരുണ്ട്. അവരാരും പോയില്ലല്ലോ. KC വേണുഗോപാൽ ബോധപൂർവ്വം പറഞ്ഞു വിട്ടതാണോ? കുടുംബത്തിന്റെ അപ്രൂവൽ അല്ലെങ്കിൽ അനുമതി നിങ്ങൾക്കുണ്ട്, ഗവൺമെന്റിനുണ്ട്, ഗവൺമെന്റിനോടൊപ്പമാണ് കുടുംബം എന്നുള്ള സന്ദേശം അയക്കാൻ പോയതാണോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.